ജീവിതത്തിൽ എപ്പോഴും സന്തോഷം മാത്രം പോരല്ലോ എന്ന്. ഞാൻ ഏകദേശം 30 വയസ്സ് കഴിഞ്ഞ് പെരയും പറമ്പൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. പിന്നെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം എല്ലാ ആൾക്കാരും ചോദിക്കും, കല്യാണം കഴിഞ്ഞാൽ എന്താ കഴിയാത്ത, കഴിഞ്ഞില്ലേ എന്താ കഴിയാത്ത, ഇതൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ആ കൂട്ടത്തിൽ എനിക്കൊരു സ്റ്റോറി ഓർമ്മ വന്നു. ഇവിടെ കുഴൽക്കിണർ അടിക്കാൻ വന്ന ഒരു അണ്ണനാണ്. ഒരാൾ ഇതേമാതിരി സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചു, കല്യാണം കഴിഞ്ഞു? ഇല്ല. അയ്യോ ഇതെന്താ കഴിക്കാത്തേ? അത് ഒന്നുമില്ല, കഴിച്ചില്ല. അങ്ങനെ പറ്റില്ല, കഴിക്കണം, കല്യാണം കഴിക്കണം. മൂപ്പരാളെ കഥ ഇങ്ങനെ പറയാണ്. അയാളെന്തോ വർക്കിന് പോണതിൻ്റെ ഇടയിൽ എന്തോ ആക്സിഡൻ്റ് ആയിരുന്നോ, അങ്ങനെ ഒരു പരസഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിൽ മൂപ്പർക്ക് ഇങ്ങനെ മനസ്സിലായി ഇനി ഒരു കൂട്ടില്ലാണ്ട് നടക്കൂല. എന്തായാലും ഒരു അത്യാവശ്യത്തിന് എല്ലാ വീട്ടുകാരങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. മൂപ്പരാൾ എന്ത് ചെയ്തു, ഒരു പെണ്ണ് കെട്ടി. പിന്നെ അങ്ങനെ കുട്ടികളായി കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ സ്റ്റോറി ഇങ്ങനെ കേട്ടപ്പോഴേ നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഇപ്പോൾ അടിപൊളിയായി, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ സന്തോഷം. അപ്പോൾ അങ്ങനെ ആ രീതിക്ക് ഞാൻ ചോദിച്ചു നോക്കി, അപ്പം അങ്ങനെ ഉണ്ട്, കുഴപ്പമില്ല, സുഖമില്ല എന്നുള്ള രീതിക്കൊക്കെ ചോദിച്ചു നോക്കിയപ്പോൾ അയാൾ പറയാ, ഇപ്പോൾ മുന്നത്തേനെക്കാട്ടി ബുദ്ധിമുട്ടാണ്. മറ്റേത് അയാൾ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നയിച്ചുണ്ടാക്കണം, ഭാര്യനും കുട്ടികളെ നോക്കണം, ഡെയിലി രാവിലെ മുതൽ രാത്രി വരെ ടെൻഷനാണ്, പണ്ടത്തെ മാതിരി പറ്റണില്ല, ഇതൊക്കെ പറയാം. എന്താ ഞാൻ ചെയ്യണ്ടേ? ഒരു ഹാപ്പി എൻഡിങ് പ്രതീക്ഷിച്ച പിന്നെ അയാൾ പിന്നെ സാഡാക്കി. ഇതാണ് ഞാൻ കേൾക്കണ ഓരോ കഥയും. പറ, ഞാനെങ്ങനെ കല്യാണം കഴിക്കും? ഇങ്ങനെ ഓരോരോ കഥ കേട്ടാൽ. അതേപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടും, അവളോടും ഞാൻ ചോദിച്ച് കല്യാണത്തിനെ കുറിച്ച് എന്താ അഭിപ്രായം. അവള് പിന്നെ കല്യാണം കഴിക്കണം, കല്യാണം കഴിക്കണം എന്താന്ന് ചോദിച്ചപ്പോൾ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം മാത്രം പോരല്ലോ എന്ന്.